ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ് ചന്ദ്രികയിലൂടെ വന്നിട്ടുള്ളത്. നമ്മളെല്ലാം അറിഞ്ഞു കാണും. എന്നിരുന്നാലും ആ ഒരു വാർത്ത, ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വീടുകളുടെ നിർമ്മാണം സെപ്റ്റംബർ 1 തുടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ്. നമുക്കറിയാം, ഈ ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോലാഹലങ്ങൾ പലരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത എന്തുകൊണ്ട് നമുക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ്. അപ്പം ഈ റിപ്പോർട്ട് ഇങ്ങനെയാണ്: മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് സെപ്റ്റംബർ 1 തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുക. ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി, ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംബന്ധിക്കും. നിർമ്മാൺ കൺസ്ട്രക്ഷൻസ്, മലബാർ ടെക് കോൺട്രാക്ടേഴ്സ് എന്നിവർക്കാണ് നിർമ്മാണ ചുമതല. നിയമ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം വീട് നിർമ്മാണത്തിന് സജ്ജമായിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ തൃക്കൈപ്പറ്റ വില്ലേജിൽ വെള്ളിത്തോട് പ്രദേശത്ത് മുട്ടിൽ മേപ്പാടി പ്രധാന റോഡിനോട് ചേർന്നാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. 8 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. 8 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. ഇരുനില വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അടിത്തറയോട് കൂടിയായിരിക്കും ഭവന സമുച്ചയം ഒരുങ്ങുന്നത്. 2 നില വീടായിട്ട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വീടാണ് ഒരുങ്ങുന്നത്. അതിൽ 1000 സ്ക്വയർ ഫീറ്റ് താഴെ തന്നെ ഉണ്ടാകും. മുകളിലേക്ക് ഈ വീട് ലഭിക്കുന്ന ആളുകൾക്ക് വീണ്ടും പണിയാവുന്ന തരത്തിലാണ് വീടുണ്ടാക്കുന്നത്. കോഴിക്കോട് സപ്തതിയാണ് ഭവന സമുച്ചയത്തിൻ്റെ രൂപകൽപ്പന. നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ച ശേഷം വൈകിട്ട് 3:30 മൂട്ടിൽ WMOHRD സെൻറ്ററിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക യോഗവും ഉണ്ടായിരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം അറിയിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകളും സർക്കാർ ഉൾപ്പെടെ ശ്രമിച്ചിട്ടും മുസ്ലിം ലീഗ് അതിൻ്റെ ആ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ചിട്ടില്ല, മുന്നോട്ട് തന്നെ പോവുകയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ട് കൂടെ. തീർച്ചയായിട്ടും ഈ ഒരു ഭവന നിർമ്മാണം മുസ്ലിം ലീഗ് പൂർത്തീകരിക്കുകയും അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ള വിശ്വാസം ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും, മുസ്ലിം ലീഗിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, മുസ്ലിം ലീഗിനെ അറിയുന്ന ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു റിപ്പോർട്ട്, വളരെ ആഹ്ലാദം നൽകുന്ന റിപ്പോർട്ട് നമ്മുടെ ഈ ഒരു ട്രൂത്ത് ഇൻസൈറ്റ് ചാനലിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ട്രൂത്ത് ഇൻസൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ, ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ നന്ദി.